ഇപ്പൊ നമ്മക്ക് ഇരിക്കാൻ വേണ്ടി തുറന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ പുതിയങ്ങാടി നേർച്ചാന്ന് കേട്ടിട്ടുണ്ടാവോ? അപ്പൊ ഞങ്ങൾ ഇന്ന് അവിടെയാണുള്ളത്. അതെ, നമ്മളിന്ന് പുതിയങ്ങാടി നേർച്ച കാണാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പോഴത് എൻ്റെ എളാമാൻ്റെയും മൂത്തമ്മാൻ്റെയും വീട്ടിലാണ്. പക്ഷെ ഇപ്പൊ എളാമാൻ്റെ വീട്ടിലാണ്. മൂത്തമ്മാൻ്റെയും എളാമാൻ്റെയും വീടും പുതിയങ്ങാടിയാണ്, തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ പരിപാടി കാണാൻ വേണ്ടി പോവാണ്. എന്റെ മൂത്താപ്പത്തിന്റെ ചെയർമാനൊക്കെ അല്ലേ? അതെ, ബാവ എന്ന് പറയും, അറിയില്ല, ബാവ എന്നാണ്, ചെയർമാനൊക്കെയാണ് ആള്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളവരൊക്കെ അവിടെ ഇവിടുത്തെ ഓരോ വരവ് അങ്ങനെ ഇവിടുത്തെ വരവ് അവിടെ തുടങ്ങാനായിട്ടുണ്ട്. അപ്പൊ എല്ലാരും അവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടാണ് കേട്ടോ. ബാബു ഇത് ഫസ്റ്റ് ടൈമാണ് പുതിയങ്ങാടി നേർച്ച കാണാൻ വേണ്ടി. ഇങ്ങനെ കല്യാണം ശേഷം ഇവര് പറയട്ടെ പുതിയങ്ങാടി നേർച്ചക്ക് ഞാനങ്ങനെ കാണലുണ്ട്, വീഡിയോയിൽ കാണലുണ്ട്. അപ്പൊ ഞാൻ പറയും നമുക്ക് പോകണം പറയും. എല്ലാ കൂലും ഒഴിവിട്ടില്ല. അങ്ങനെ ഒടുവിൽ നമുക്ക് ഈ കൊല്ലം ഒഴിവിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടി വന്നാൽ നമ്മുടെ ഊഞ്ഞാലെങ്കിൽ ആദ്യമായിട്ട് കേസ്. അപ്പൊ എന്തായാലും നമുക്ക് ആ പരിപാടി കണ്ടോക്കാം. ഒന്നുമല്ല, നമ്മൾ കുറെ നേരം തുടങ്ങും വിചാരിച്ച് നിൽക്കുന്നു. സംഭവം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. പരിപാടി തുടങ്ങിയിട്ടില്ല. നമ്മളെ ഇവിടുത്തെ പരിപാടി കിട്ടാന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയില് വരവുണ്ട്. അപ്പൊ അതിന്റെ സെറ്റപ്പ് നടന്നുകൊണ്ട് നല്ല പരിപാടിയാന്ന് തോന്നുന്നു. അതെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ നേരം എനിക്ക് പുറത്തു വരില്ല. അതാണ് പരിപാടി. നല്ല ഉഷാറ തന്നെയാണ്. അവരിങ്ങനെ അറേഞ്ച് ചെയ്തോണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാരും ഉണ്ട് കേട്ടോ. അവിടെ ബിന്ദി തൂണിൽ കയറി നിൽക്കുന്നു. ഫ്ലാഷ് ഓൺ ആവൂല. രണ്ട് വാക്ക് പറഞ്ഞോ. അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഇനി പോയൊക്കെ സൗണ്ട് ഒന്നും ക്ലിയർ ഉണ്ടാവില്ല. അടിപൊളി പരിപാടിയാണ്. അടിപൊളി പരിപാടിയാണ്. അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അടിപൊളി വെടിക്കട്ടെ എടുത്തിട്ടോ. സൗണ്ട് കേൾക്കും അറിയില്ല. കാരണം പറഞ്ഞാല് നമ്മളിവിടുത്തെ എന്താ പറയാ വരവ് കൂടിക്കൊണ്ടിരിക്കാണ്. ഈ ഏരിയത്തെ മാത്രം കേട്ടോ. ഈ മെയിനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ലേ. ഞങ്ങള് മറ്റേ വരവിന്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കോ. അത് കഴിച്ച് വരവിന്റെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ വന്നുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് ചെറിയ കുട്ടിയായത് തന്നെ എവിടേക്കും പോയി. കുറച്ച് തള്ളായതുകൊണ്ട് ഒന്നും ഓർമ്മ. നിൽബിന് യങ്സ്റ്ററിന് പകുതി എത്തിയപ്പോ ഒടിഞ്ഞിക്കണ്. രണ്ടുപേരും ഇവിടെ ഒരുമിച്ച് പുതിയങ്ങാടിയിലെ നീർച്ചന്റെ വരവിന്റെ ആഹ്ലാദാണ് കേൾക്കുന്നത്. ഹലോ 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 തന്ത്രദാന തന്ത്രദാന തന്ത്ര തന്ത്ര മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണേ മെഹറുബാ പാട്ട് തന്നെ. അതെ, രണ്ടു ഭാഗത്തും ഒത്തുകൂടും. അതാണ് ഒത്തുകൂടൽ. ആൾക്കാർ അത് മറ്റെന്താ കരക്കാട്ടോ തിരുമാട്ടോ എന്തോ അല്ല കൊട. ഇതാ മറ്റേ ചിങ്കി ചിക്കടി ചിക്കടി കാവടിയാട്ടത്തിന് നാലോടത്തുനിന്ന് ആൾക്കാർ വന്നോണ്ടിരിക്കണം. അതുകൊണ്ട് എവിടുന്ന എങ്ങനെ തുടങ്ങുന്ന ഒരു പിടുത്തമില്ല. അടിപൊളി പരിപാടി കേട്ടോ. ഇവിടെ പരിപാടി സാറാവല്ലേ. നമ്മളിതാ സൗണ്ട് കേട്ടോ നോക്കിയിട്ടില്ല. നമ്മളിങ്ങനെ പരിപാടി ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യാട്ടോ. നമ്മളിപ്പോ ബീപ്പിയങ്ങാടി പുതിയങ്ങാടി തിരിയിലോ ഒരു ഉൾഭാഗത്തുള്ളത്. നമ്മളങ്ങനെ അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പാടില്ലോ ഉറങ്ങി, കാരണം നല്ല ക്ഷീണം പോലെ. അതെ, അങ്ങാടി എത്തിയിട്ടുണ്ട്. എനിക്ക്
ഞങ്ങള് എളാപ്പാന്റെ കട ഉണ്ട്. അപ്പൊ അവിടെ താജ് കഫ്തീരിയ നമ്മളെ പുതിയങ്ങാടി അങ്ങാടി ചായ കുടിക്കുള്ളതിൽ സൗണ്ട് കേൾക്കണ്ടറിയില്ല, കാരണം പറഞ്ഞത് നല്ല തിരക്കാണ്. എന്നെ വൈക്കോട് വരിച്ചില്ലേ? അതെന്താ സംഭവിച്ചാലില്ലേ, ബാബു ഞാനും ബിന്ദിയും അവിടെ ഞങ്ങളില്ല അറിഞ്ഞു. ഞങ്ങൾ നല്ല ഉറക്കത്തില്ല. അതില് പിന്നെ എനിക്ക് തോന്നിയത് കാണാനായിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ മറ്റേ ഒടിഞ്ഞ് തൂങ്ങിയാണ്ട് പെടുമ്പോ കിടക്കണേ. പിന്നെ എനിക്ക് തോന്നി കാണാൻ വേണ്ടി വന്നതല്ല. അപ്പൊ കാണാൻ പറഞ്ഞിട്ട് ഇവര് പോയോടത്തുനിന്ന് വിളിച്ച് അങ്ങോട്ട് ഓടി വന്നങ്ങാണ്ട് അങ്ങനെ ചേർന്നാണ് ഒരു കൂട്ടത്തിൽ. ഫുള്ള് ആൾക്കാരാട്ടോ, ബിൽഡിങ്ങിന് മേലൊക്കെ ആൾക്കാരാ. ിലുവിന്റെ എളാപ്പാന്റെ താജ് കഫ്തീരിയ ആളവിടെ ഉണ്ട്. ആ കാണുന്ന ആള് രണ്ടാനുണ്ടല്ലോ ഇതിലോ, ഈ വരയില് രണ്ടാനുണ്ടല്ലോ. ഇവിടെ ഷാൻ ഇവിടെ എത്തിയപ്പോളേ ചായ അടിച്ചിട്ടുണ്ട്. എന്തോ ബേക്കറി ഒന്നും ഉണ്ടാക്കുന്നുണ്ട്. ഷാനോ സംഭവം വരവ് സംഭവം വട്ടത്ത് പുതിയങ്ങാടി യാഹു തങ്ങൾ പാപ്പയുടെ കേരളത്തിൽ തന്നെ എന്നും പറഞ്ഞ കേസരികളായ അമ്പാടി ബാലനും ഇത്തിധാനം വിശ്വനാരായണനും അക്കാവുള്ള വിശ്വനാരായണനും അണിനിരത്തി. ഏതായാലും അടിപൊളി 3 ഫേമസ് ആയ ആനകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിൽ കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. മുന്നോട്ട് കടന്നു നിന്നും വന്ന ഇതേ പോത്തന്നൂരത്താണ്. പോത്തന്നൂർ മേളത്തിന്റെയും തത്വത്തിന്റെയും മൂന്നാനുണ്ട് ബാക്കിൽ. പൗരസമിതി പോത്തന്നൂര് 3 ആനകൾ. ഇപ്പോഴാണ് വൈബായത്. ഇത്രയും നേരം ഉറക്കം വരുന്നു. ഭാഗ്യം വരാഞ്ഞിനെ മിസ്സായിരുന്നു. കൊറേ ആളെ അത് 2 കൊല്ലൊക്കെ ആയിണ്ടാവൂലേ. ഞാൻ ആനയുടെ ബാക്ക് പറഞ്ഞിട്ടുണ്ട് പേടിച്ചിട്ട്. അച്ചൂടെ കൊറേ കാലം ഞാനൊരു 6 7 ഞാനൊക്കെ 10ാം ക്ലാസ്സിന് മുന്നേ കണ്ടതൊരു ആന. പിന്നെ കണ്ടപ്പോഴാ 3 കണ്ട്. ഭയങ്കര ക്രൗഡാട്ടോ, ഭയങ്കര തിരക്കാ. ഇതാണ് അവസ്ഥ, മൊത്തത്തിലുള്ള അവസ്ഥ. ഒരു കാലത്തെ ശരീര പറഞ്ഞ പോലുള്ള അവസ്ഥ. ഏതാണ്ടി ഏത് അത് കൊടുത്താലേ സ്പാനിഷ് അത്രയായി വമ്പം വന്നില്ല കേട്ടോ, വമ്പം വന്നില്ല. വേറൊരു മൂത്താപ്പാന്റെ ഷോപ്പിലായിരിക്കണല്ലേ. നമ്മളുണ്ടല്ലോ ഇപ്പൊ വരവ് കണ്ടോണ്ട് കേട്ടോ. അപ്പൊ എളാപ്പാന്റെ മൂത്താപ്പാന്റെ കട നേരെ ഓപ്പോസിറ്റ് ആയിട്ടാ. ഇപ്പത്തെ മൂപ്പരോട് പോയി. ഇതിപ്പോ ഞമ്മക്ക് ഇരിക്കാൻ വേണ്ടി തുറന്നതാണ്. മൂപ്പരല്ല താജാപ്പയാണ് തുറന്നത്.
യെസ്, ചായം കുടിച്ചിരിക്കാണ് guys. ഓ, ഇത് മറ്റേ ഇതിന്റെ കടല്ലേ, സെയിലിംഗ് ഉണ്ട്, മറ്റേ സ്റ്റിച്ചിങ്ങിന്റെ കടയാണ്, സ്റ്റിച്ചിങ് കട. മൂത്ത പറഞ്ഞാലേ നമ്മളെ ഈ എന്താ പറയാ ഈ നേർച്ചന്റെ ചെയർമാനാണ്, പള്ളി പ്രസിഡന്റാണ്, ഒക്കെയാണ്. അപ്പൊ മൂപ്പര് ഈ ഭാഗത്ത് ഇനി 3 ദിവസത്തിന് കാണൂല. ചെറുടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ. മൂത്താപ്പൊക്കെ അധികം പ്രായം നയിപ്പില്ല ചേട്ടൻ്റെ മൂപ്പര് ഇവിടെ അല്ലേനി, ദുബായിലേനി, പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് നാട്ടില് സെറ്റ്. അങ്ങനെ നമ്മൾ അതിനുള്ളിൽ കഴിച്ചിലായി. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. നമ്മൾ പെരീക്ക് പോലെ അതിലോ ഇനി നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നാട്ടിൽ എത്തണം. കാരണം നമുക്ക് രാവിലെ 9 മണിക്ക് തന്നെ നാട്ടിലൊരു ഷൂട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും പറഞ്ഞ ഈ ടൈമിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് വിഴൂരാന്ന് തന്നെയാണ്. നമ്മൾ പോയ നമുക്ക് കുറച്ച് ബൈക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയ കൈ നോക്കട്ടെ. കാരണം പറഞ്ഞാല് ഒന്നാമത് പെട്ടി വരും പല ഭാഗത്തുനിന്നായതുകൊണ്ട് എല്ലാരും പറഞ്ഞത് ഭയങ്കര ടാസ്ക് ആണെന്നാ പറഞ്ഞത്. നമ്മൾ പോയാ കേട്ടെ കുത്തിരി പോകാൻ കഴിയോട്ടെ. അപ്പൊ ഏതൊരു ഇതിലോ ഇതിന് വൈകിട്ട് പറഞ്ഞ ഇങ്ങനെ വർത്താൻ വീട്ടിൽ പോണ്ട. അപ്പൊ ഗൈസ് നമ്മളിത് മോളിന്നുള്ള വ്യൂ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ഗ്യാപ്പ് പറ്റില്ല, കാരണം ഫുൾ ആൾക്കാരാണ്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ മാതിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത വീഡിയോ